നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാറ്റോയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറുമെന്ന ഭീഷണിക്ക് പിന്നാലെ യൂറോപ്പുമായി അടുത്ത് ബ്രിട്ടൻ. നിലവിൽ ശക്തമായ സാമ്പത്തിക സുരക്ഷാ കൂട്ടുകെട്ട് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കെയുള്ള ബ്രിട്ടന്റെ നീക്കം യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര, പ്രതിരോധ, ഊർജ്ജ മേഖലകളിൽ കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കൽ. ബ്രസൽസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ കൂടുതൽ കരാറുകൾ ലക്ഷ്യമിടുന്നെന്ന് കെയർ സ്റ്റാർമർ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യത്തിൽ കൂടുതൽ ബ്രിട്ടീഷ് സൈനികരെയും പ്രതിരോധ സംവിധാനങ്ങളെയും വിന്യസിക്കുമെന്ന് UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹിഗിൽ. സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് അധിക യുദ്ധ സംവിധാനങ്ങൾ അയക്കും. ഖത്തറിലെ ടൈഫൂൺ യുദ്ധവിമാനങ്ങളുടെ വിന്യാസവും കൂട്ടാൻ തീരുമാനം. ഗൾഫ് മേഖലയിലും സൈപ്രസിലും പ്രവർത്തിക്കുന്ന UK സൈനികരുടെ എണ്ണം 1000 ഉയർത്തും. ഇംഗ്ലണ്ടിൽ സമരം പ്രഖ്യാപിച്ച ഡോക്ടർമാർക്ക് അധികൃതരുടെ വക 8ന്റെ പണി. 1000 പുതിയ പരിശീലന നിയമനങ്ങൾ നടത്താനുള്ള സർക്കാർ പദ്ധതി പിൻവലിച്ചു. നടപടി സ്വീകരിച്ചത് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ സമരം പിൻവലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന്. വേതന വർധനയും സ്റ്റാഫ് ക്ഷാമവും സംബന്ധിച്ച ചർച്ചകൾ പരാജയപ്പെട്ടതോടെ അടുത്ത ആഴ്ച 6 ദിവസത്തെ സമരം നടത്തുമെന്ന് യൂണിയൻ. ഡോക്ടർമാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമരം പിൻവലിക്കാൻ കെയർ സ്റ്റാർമർ നൽകിയത് 48 മണിക്കൂർ. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ പുറത്തുവിട്ട് ഡൊണാൾഡ് ട്രംപ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം പരിസമാപ്തിയിലേക്ക് എത്തുമെന്നും ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടികൾ ശക്തമാക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിവിടുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ഭരണകൂടമാറ്റം തങ്ങളുടെ പ്രധാന ലക്ഷ്യമല്ല എന്നും സൈനിക ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ US സേന ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി. അമേരിക്കൻ സൈന്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് കടുത്ത ആശങ്ക. ഇറാനെതിരെയുള്ള യുദ്ധത്തിനായി നിയോഗിക്കപ്പെട്ട യുവ അമേരിക്കൻ സൈനികർ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളുടെ സുപ്രധാന വിവരങ്ങൾ പുറത്തുവിടുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. വാർത്ത പുറത്തുവിട്ടത് സാൻഡിഗോയിലെ സ്ട്രിപ്പ് ക്ലബ് നർത്തകി ടിക്ടോക്കിലൂടെ. അടുത്ത ആഴ്ച തങ്ങൾ യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്ന് സൈനികർ ക്ലബിൽ വെച്ച് തന്നോട് പറഞ്ഞതായി ചാംഡേസിന്റെ തുറന്നു പറച്ചിൽ. ടിക്ടോക്ക് വീഡിയോയിലൂടെ ചാംഡേസി പുറത്തുവിട്ടത് അമേരിക്കൻ സൈനിക നീക്കങ്ങളെ കുറിച്ച് സൈനികർ പങ്കുവച്ച വിവരങ്ങൾ. പശ്ചിമേഷ്യയിലെ സംഘർഷം സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നിരന്തരം നിരീക്ഷണം നടത്താൻ മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും രാസവളത്തിന്റെയും ശേഖരമുണ്ടെന്നും LPG കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുവെന്നും മോദി. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ കപ്പലുകൾക്ക് സുരക്ഷിത യാത്രയ്ക്ക് നയതന്ത്ര നീക്കം തുടരും. പശ്ചിമ ബംഗാളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. വിമർശനം മാൾഡയിൽ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾക്കെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച സംഭവത്തിൽ. പശ്ചിമ ബംഗാൾ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചേരിതിരിവ് നിൽക്കുന്ന രാജ്യമാണെന്ന് കോടതി. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നീക്കമാണ് നടന്നതെന്നും കോടതി. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കിയ LDFും UDFും. ഇടതു മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി ഉയർത്തുമെന്നും സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പു നൽകുമെന്നും സൗജന്യ ബിരുദ വിദ്യാഭ്യാസം, പവർക്കട്ടില്ലാത്ത കാലം തുടരുമെന്നും പറയുന്ന സുപ്രധാന വാഗ്ദാനങ്ങൾ നിരത്തി LDF. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ വാഗ്ദാനങ്ങൾ നിരത്തി UDF. വാർത്തകൾ വിശദമായി. ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ഉയർന്നതിനിടെ യൂറോപ്യൻ യൂണിയനുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കവുമായി ബ്രിട്ടൻ മുന്നോട്ട് പോകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോയിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ യൂറോപ്പുമായി ശക്തമായ സാമ്പത്തിക സുരക്ഷാ കൂട്ടുകെട്ട് അനിവാര്യമാണ് എന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോയിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ യൂറോപ്പുമായി ശക്തമായ സാമ്പത്തിക സുരക്ഷാ കൂട്ടുകെട്ട് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ബ്രെക്സിറ്റ് ബ്രിട്ടന്റെ സാമ്പത്തിക രംഗത്തിന് ഗുരുതരമായ ബാധ ഉണ്ടാക്കിയതായും അത് പരിഹരിക്കാൻ പുതിയ കരാറുകൾ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായി വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കാനാണ് ബ്രിട്ടന്റെ നീക്കം. ഈ വർഷം വേനൽക്കാലത്ത് ബ്രസൽസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ കൂടുതൽ ആഴത്തിലുള്ള കരാറുകൾ ലക്ഷ്യമിടുന്നതായും കെയർ സ്റ്റാർമർ അറിയിച്ചു. സിംഗിൾ മാർക്കറ്റുമായി കൂടുതൽ സഹകരണം ഉണ്ടാകുന്നത് ജീവിത ചെലവ് കുറയ്ക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ വിദ്യാർത്ഥികളുടെ ഫീസ്, വിസ നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുപക്ഷത്തിനും തമ്മിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നത തുടരുകയാണ്. അതേസമയം യൂറോപ്പിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ബ്രിട്ടൻ കൂടുതൽ സജീവമായി ഇടപെടുമെന്നാണ് സൂചന. അമേരിക്കയുടെ ഇടപാടുകളിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ യൂറോപ്പിൽ സംയുക്ത പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഉയർന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനെ യൂറോപ്പിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന പുതിയ നയപരമായ മാറ്റത്തിന്റെ തുടക്കമെന്ന നിലയിലാണ് ഈ നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളുടെ ഭാഗമായി കൂടുതൽ ബ്രിട്ടീഷ് സൈനികരെയും പ്രതിരോധ സംവിധാനങ്ങളെയും വിന്യസിക്കുമെന്ന് UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹിൽ.
സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് അധിക യുദ്ധ സംവിധാനങ്ങൾ അയക്കും. ഖത്തറിലെ ടൈഫോൺ യുദ്ധവിമാനങ്ങളുടെ വിന്യാസവും കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളുടെ ഭാഗമായി കൂടുതൽ ബ്രിട്ടീഷ് സൈനികരെയും പ്രതിരോധ സംവിധാനങ്ങളെയും വിന്യസിക്കുമെന്ന് UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി വ്യക്തമാക്കിയതോടെ ഗൾഫ് മേഖലയിലും സൈപ്രസിലും പ്രവർത്തിക്കുന്ന UK സൈനികരുടെ എണ്ണം ഏകദേശം 1000 ഉയരും. ഇറാന്റെ ആക്രമണ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കമെന്ന് ഹീലി വ്യക്തമാക്കി. എന്നാൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്ന നിലപാട് UK സർക്കാർ ആവർത്തിച്ചു. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇത് നമ്മുടെ യുദ്ധമല്ല എന്ന് വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UKയുടെ നിലപാടിനെ വിമർശിച്ച് വീണ്ടും രംഗത്തെത്തി. ഇറാനെതിരായ ആക്രമണങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിൽ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹോർമോസ് കടലിടുക്കിലൂടെ ഇന്ധനം ലഭ്യമാക്കുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾ സ്വയം നടപടി സ്വീകരിക്കണമെന്നും ട്രംപ് പറഞ്ഞു. ഇതിനിടെ UK മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വിവിധ രാജ്യങ്ങളിലേക്ക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. സൗദിയിൽ സ്കൈ സേബർ, ബഹ്റൈനിൽ ലഘു മിസൈൽ ലോഞ്ചർ, കുവൈറ്റിൽ റാപ്പിഡ് സെൻട്രി എന്നിവ ഇതിനകം എത്തിച്ചിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണെന്നും ഹീലി പറഞ്ഞു. ഇതിനിടെ ബ്രിട്ടനിലെ പ്രതിപക്ഷ കക്ഷികൾ സർക്കാർ നിലപാട് വിമർശിച്ച് രംഗത്തെത്തി. ചിലർ കൂടുതൽ സുതാര്യത ആവശ്യപ്പെട്ടു. മറ്റു ചിലർ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് UK പിന്തുണ നൽകുന്നത് നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ സമരം ആരംഭിക്കാനിരിക്കെ പ്രതികാര നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് തുടങ്ങി. ഇതിന്റെ ഭാഗമായി 1000 പുതിയ പരിശീലന നിയമനങ്ങൾ നടത്താനുള്ള സർക്കാർ പദ്ധതി പിൻവലിച്ചു. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ സമരം പിൻവലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ബ്രിട്ടനിൽ സർക്കാർ ഡോക്ടർമാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമരം പിൻവലിക്കാൻ 48 മണിക്കൂർ സമയപരിധി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നൽകിയിരുന്നെങ്കിലും ഫലപ്രദമായില്ല. വേതന വർധനയും സ്റ്റാഫ് ക്ഷാമവും സംബന്ധിച്ച ചർച്ചകൾ പരാജയപ്പെട്ടതോടെ അടുത്ത ആഴ്ച 6 ദിവസത്തെ സമരം നടത്തുമെന്ന് യൂണിയൻ വ്യക്തമാക്കി. യുവ ഡോക്ടർമാർക്ക് കൂടുതൽ പരിശീലന അവസരങ്ങൾ നൽകുകയും NHSലെ സ്റ്റാഫ് ക്ഷാമം പരിഹരിക്കുകയുമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഈ മാസം തന്നെ നിയമനങ്ങൾ ആരംഭിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ സമരത്തെ തുടർന്ന് ആരോഗ്യ സംവിധാനങ്ങൾ സമ്മർദ്ദത്തിലായതിനാൽ പുതിയ നിയമനങ്ങൾ ആരംഭിക്കുന്നത് പ്രായോഗികമായും സാമ്പത്തികമായും അസാധ്യമാണെന്ന് സർക്കാർ വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ ആശുപത്രികൾ സമരത്തെ നേരിടുന്നതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. പുതിയ നിയമനങ്ങൾ പിൻവലിച്ചാലും NHSലെ ഡോക്ടർമാരുടെ മൊത്തം എണ്ണം കുറയില്ല എന്നാണ് സർക്കാർ വിശദീകരണം. ഈ പരിശീലന പോസ്റ്റുകൾ നിലവിലുള്ള താൽക്കാലിക നിയമനങ്ങളിൽ നിന്നാണ് സൃഷ്ടിക്കാനിരുന്നത്. അതേസമയം തീരുമാനം ഡോക്ടർമാരിൽ വ്യാപക നിരാശയ്ക്ക് ഇടയാക്കി. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ റെസിഡന്റ് ഡോക്ടർമാരുടെ കമ്മിറ്റി ചെയർമാനായ ജാക്ക് ഫ്ലെച്ചർ സർക്കാർ നടപടി വളരെ നിരാശാജനകമാണെന്ന് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് സർക്കാർ കൂടുതൽ ഗൗരവമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UKയിൽ ഭക്ഷ്യവിലയിൽ കുത്തനെ വർധനവുണ്ടാകാമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടികൾ തേടി ചാൻസലർ റേച്ചൽ റീവ്സ് പ്രമുഖ സൂപ്പർ മാർക്കറ്റ് തലവന്മാരുമായി ചർച്ച നടത്തി. ടെസ്കോ, സെയിൻസ്ബറീസ്, ആൻഡി, ലിഡിൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ഉപഭോക്താക്കളുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ സംയുക്തമായി പ്രവർത്തിക്കാമെന്ന് സർക്കാർ അറിയിച്ചു. UKയിൽ ഭക്ഷ്യവിലയിൽ കുത്തനെ വർധന ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഫെഡറേഷൻ രംഗത്തെത്തി. മധ്യപൂർവ്വ സംഘർഷവും എണ്ണവില ഉയർച്ചയും തുടരുന്ന സാഹചര്യത്തിൽ 2026 അവസാനം വരെ ഭക്ഷ്യവില 9% വരെ ഉയരാനിടയുണ്ടെന്നാണ് പ്രവചനം. മുൻപ് 3.2% മാത്രമായിരുന്നു എന്നാണ് കണക്ക്. പ്രധാന കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നാലും വില വർധന ഒഴിവാക്കാനാകില്ല എന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടികൾ തേടി ചാൻസലർ റേച്ചൽ റീവ്സ് പ്രമുഖ സൂപ്പർ മാർക്കറ്റ് തലവന്മാരുമായി ചർച്ച നടത്തി. ടെസ്കോ, സെയിൻസ്ബറീസ്, ആൻഡി, ലിഡിൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ഊർജ്ജ ചെലവ് കുറയ്ക്കാനും പുതിയ നികുതികൾ വൈകിക്കാനും സർക്കാർ ഇടപെടണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഉപഭോക്താക്കളുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ സംയുക്തമായി പ്രവർത്തിക്കാമെന്ന് സർക്കാർ അറിയിച്ചു. ഇതിനിടെ ഉയർന്ന വൈദ്യുതി ഇന്ധന ചെലവ് കാരണം കർഷകരും ഭക്ഷ്യോൽപാദകരും പ്രതിസന്ധിയിലാണെന്ന മുന്നറിയിപ്പ് പുറത്തുവന്നത് ഇരുട്ടടിയായി. സർക്കാർ സഹായമില്ലെങ്കിൽ തക്കാളി, വെള്ളരിക്ക, ക്യാപ്സിക്കം തുടങ്ങിയ പച്ചക്കറികളുടെ ക്ഷാമം ഉണ്ടാകാമെന്നാണ് ചിലർ പറയുന്നത്. ചെലവുകൾ കൂടിയതോടെ ചെറിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കർഷകർക്ക് വലിയ ആഘാതം ഉണ്ടാകുമെന്ന് ബ്രിട്ടീഷ് ടൊമാറ്റോ ഗ്രാവേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ അടുത്ത മാസങ്ങളിൽ തന്നെ ഭക്ഷ്യവില കൂടുതൽ ഉയരാനിടയുണ്ട് എന്നാണ് പൊതുവായ വിലയിരുത്തൽ. ബ്രിട്ടനിൽ കുറഞ്ഞ വേതനം മണിക്കൂറിന് 12.71 പൗണ്ടായി ഉയർത്തിയ സർക്കാർ തീരുമാനത്തിനെതിരെ ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ ഇടയിൽ അസംതൃപ്തി വളരുന്നതായി റിപ്പോർട്ട്. തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്ന നടപടിയാണെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്നതായി വ്യവസായികൾ മുന്നറിയിപ്പ് നൽകി. പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജീവനക്കാർക്ക് ഉയർന്ന ശമ്പളം നൽകുന്നത് തനിക്ക് എപ്പോഴും സന്തോഷമാണെങ്കിലും നിലവിലെ ചെലവ് കൂടിയ സാഹചര്യത്തിൽ അത് തുടരാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട് എന്ന് സപ്താംപ്ടണിൽ പ്രവർത്തിക്കുന്ന 4 കോഫി ഷോപ്പുകളുടെ ശൃംഖലയായ മെട്രിക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്പെൻസർ ബൗമാൻ പറഞ്ഞു. കുറഞ്ഞ വേതന വർധനയ്ക്കൊപ്പം ബിസിനസ് റേറ്റുകൾ, നാഷണൽ ഇൻഷുറൻസ് സംഭാവന, സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ എന്നിവയിലുണ്ടായ വർധനയും സ്ഥാപനങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെ തുടർന്ന് എനർജി ചെലവുകളും വർദ്ധിക്കുമെന്നതിനാൽ ഭാവി കൂടുതൽ അനിശ്ചിതമാകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറഞ്ഞ ജീവനക്കാരോടെയാണ് ഷിഫ്റ്റുകൾ നടത്തുന്നതെന്നും അതിൽ കുറയ്ക്കാൻ കഴിയില്ല എന്നും പലരും അഭിപ്രായപ്പെട്ടു. വരുമാന ഉപഭോക്താക്കളുടെ എണ്ണവും ഉയർന്നിട്ട് മൊത്തത്തിലുള്ള ചെലവുകൾ നിയന്ത്രിക്കാനാകാത്ത അവസ്ഥയിലാണ് ബിസിനസ് മുന്നേറുന്നത്.
ഈ പ്രവണത തുടർന്നാൽ ചില ശാഖകൾ അടയ്ക്കേണ്ടി വരുമെന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ വർഷം 21 വയസ്സിന് മുകളിലുള്ളവർക്ക് 6.7%, 18 മുതൽ 20 വരെ വയസ്സുള്ളവർക്ക് 16.3% കുറഞ്ഞ വേതന വർധന നടപ്പാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ പുതിയ വർധന. ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടികൾ ശക്തമാക്കാൻ ഒരുങ്ങുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിവിടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പ്രധാന സൈനിക ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ US സേന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം ഭരണകൂട മാറ്റം തങ്ങളുടെ പ്രധാന ലക്ഷ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷത്തിന്റെ അവസാനം അടുത്തിരിക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. വൈറ്റ് ഹൌസിൽ വെച്ച് രാജ്യത്തോട് അഭിസംബോധന ചെയ്യവെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുന്നതും ആണവായുധങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് US അടുക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ മാസത്തെ സൈനിക നടപടികൾ ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും നേതൃത്വത്തെയും ഗണ്യമായി ദുർബലപ്പെടുത്തിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുക എന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും ആവർത്തിച്ചു. ഇറാൻ വ്യവസ്ഥകളുമായി യോജിച്ചില്ല എങ്കിൽ അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. രാജ്യം US ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതുവരെ സൈനിക സമ്മർദ്ദം തുടരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US സേന വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ ഇറാന്റെ മിസൈൽ ശേഷി, നാവികസേന, സൈനിക നേതൃത്വം എന്നിവയ്ക്ക് ഗുരുതരമായ നാശം സംഭവിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ മിസൈൽ ഉൽപാദന ശേഷി നശിപ്പിക്കുക, നാവികശക്തി ദുർബലപ്പെടുത്തുക, ഇറാന് ആണവായുധം ലഭിക്കില്ല എന്ന് ഉറപ്പാക്കുക എന്നിവ ഉൾപ്പെടെയുള്ള US പ്രധാന യുദ്ധലക്ഷ്യങ്ങളിലേക്ക് അടുക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു. പ്രധാന സൈനിക ലക്ഷ്യങ്ങൾക്ക് ഇതിനകം തന്നെ ഗണ്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ നാവിക വ്യോമസേനകൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചതായും അതിന്റെ നേതൃത്വ ഘടനയ്ക്ക് വലിയ നഷ്ടം സംഭവിച്ചതായും പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇറാനെതിരായ യുദ്ധലക്ഷ്യങ്ങൾ പൂർത്തിയാകാൻ പോകുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനികാക്രമണം ആരംഭിച്ച് 4 ആഴ്ച പിന്നിടുമ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ ട്രംപ് പറഞ്ഞത്. തങ്ങളുടെ പ്രധാന യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ വക്കിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സൈനിക നടപടി ഉടൻ തന്നെ പൂർത്തിയാകുമെന്ന് വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ നാവികസേന പൂർണ്ണമായും ഇല്ലാത്ത എന്നും വ്യോമസേന തകർന്നടിഞ്ഞ നിലയിലാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. കൂടാതെ ഇറാന്റെ നേതൃനിരയിലെ ഭൂരിഭാഗം പേരെയും വധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ ദൗത്യം വളരെ വേഗത്തിൽ തന്നെ അമേരിക്ക പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വഴി അമേരിക്കൻ സൈന്യം വേഗമേറിയതും നിർണായകവുമായ വിജയങ്ങൾ കൈവരിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. ലോകത്തിലെ ഭീകരവാദത്തിന്റെ പ്രധാന സ്പോൺസറായ ഇറാനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ പൂർത്തിയാകാറായെന്നും യുദ്ധം വൈകാതെ അവസാനിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇറാന്റെ നാവികസേന പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു. വ്യോമസേന തകർക്കപ്പെട്ട നിലയിലാണ്. വരും ആഴ്ചകളിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ അവരെ അതിശക്തമായി പ്രഹരിക്കാൻ പോവുകയാണെന്ന് വൈറ്റ് ഹൌസിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ കമാൻഡ് ഘടന തകർക്കപ്പെടുകയും മിസൈൽ, ഡ്രോൺ വിക്ഷേപണ സംവിധാനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്കൻ സൈന്യം തകർത്തതായും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ പ്രധാന നേതൃനിരയിലുള്ള പലരെയും വധിക്കാൻ സൈന്യത്തിന് സാധിച്ചുവെന്നും ആയുധ നിർമ്മാണശാലകൾ ഉൾപ്പെടെയുള്ളവ തകർത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ തങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടുകയാണെന്നും അമേരിക്കൻ സൈന്യം കൂടുതൽ കരുത്തോടെ മുന്നേറുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാനെതിരെയുള്ള യുദ്ധത്തിനായി നിയോഗിക്കപ്പെട്ട യുവ അമേരിക്കൻ സൈനികർ തങ്ങളുടെ വിന്യാസത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ പുറത്തുവിടുന്നതായി റിപ്പോർട്ട്. സാൻഡിഗോയിലെ ഒരു സ്ട്രിപ്പ് ക്ലബ് നർത്തകി ടിക്ടോക്കിലൂടെ പുറത്തുവിട്ട വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. സൈനിക നീക്കങ്ങളെ കുറിച്ച് സൈനികർ പങ്കുവച്ച വിവരങ്ങളാണ് ഇവർ ടിക്ടോക്ക് വീഡിയോയിലൂടെ പുറത്തുവിട്ടത്. ഇതോടെ അമേരിക്കൻ സൈന്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് വലിയ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. സാൻഡിഗോയിലുള്ള ചാം ഡേയ്സ് എന്ന നർത്തകിയാണ് സൈനികർ തങ്ങളുടെ വിന്യാസ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായി വെളിപ്പെടുത്തിയത്. അടുത്ത ആഴ്ച തങ്ങൾ യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്ന് സൈനികർ ക്ലബിൽ വെച്ച് തന്നോട് പറഞ്ഞതായാണ് ഇവർ അവകാശപ്പെടുന്നത്. യുദ്ധത്തിന് പോകേണ്ടി വരുന്നതിൽ യുവ സൈനികർ അതീവ ദുഃഖിതരും വിഷാദത്തിലുമാണ് എന്ന് നർത്തകി പറയുന്നു. ക്ലബ്ബുകളിൽ നിന്ന് ഇവർ കൈവശമുള്ള പണം മുഴുവൻ ചെലവഴിക്കുകയാണെന്നും ഇവർ വീഡിയോയിൽ പങ്കുവച്ചു. ഏറ്റവും വലിയ US സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് സാൻഡിഗോ. US സൈനിക നഗരങ്ങളിൽ സാധാരണയായി കാണാറുള്ളത് പോലെ ഈ താവളങ്ങൾക്ക് സമീപം ധാരാളം സ്ട്രിപ്പ് ക്ലബ്ബുകളുമുണ്ട്. നിരവധി ആളുകളാണ് വീഡിയോയിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. സൈനിക രഹസ്യങ്ങൾ പുറത്തുവിടുന്നതിനെ വിമർശിച്ച് ചിലർ പ്രതികരിച്ചപ്പോൾ യുദ്ധത്തിന്റെ മാനുഷിക വശത്തെപ്പറ്റി സംസാരിച്ചതിന് ആളുകൾ ചാം ഡേയ്സിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രധാന വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവെക്കുന്നത് സൈനിക നീക്കങ്ങളെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നർത്തകികളോടോ ബാർബർമാരോടോ വിന്യാസ തീയതികളെ കുറിച്ചോ സ്ഥാനങ്ങളെ കുറിച്ചോ സംസാരിക്കരുതെന്ന് മറൈൻ ഓഫീസറായ കാഗൻ ഡാൻലാപ്പ് സൈനികർക്ക് മുന്നറിയിപ്പ് നൽകി. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 2026 വിഷു മഹോത്സവം ഏപ്രിൽ 18 ശനിയാഴ്ച ആഘോഷിക്കും. ഹാൻഫോർത്തിലെ മാഞ്ചസ്റ്റർ എയർപോർട്ട് സ്റ്റാൻലി ഹോട്ടലിൽ വെച്ചാണ് വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നത്. നാടിന്റെ തനിമ വിളിച്ചോതുന്ന വിഷുക്കണി, വിഷു സ്പെഷ്യൽ ഭജൻ, വിവിധ കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, വിഷു സദ്യ എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോൾ സജീവമായി നടന്നു വരികയാണ്.
പരിമിതമായ സീറ്റുകൾ മാത്രം ബാക്കിയുള്ളതിനാൽ ഏപ്രിൽ 5-നകം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. ഏപ്രിൽ 5-ന് ടിക്കറ്റ് വിൽപ്പന അവസാനിക്കും. വിഷു മഹോത്സവത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന ലിങ്ക് വഴി ടിക്കറ്റുകൾ മുൻകൂട്ടി റിസർവ് ചെയ്യാവുന്നതാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.28 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 93.28 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.39 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.92 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഘർഷം സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നിരന്തര നിരീക്ഷണം നടത്താൻ മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്ത് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും രാസവളത്തിന്റെയും ശേഖരമുണ്ടെന്നും LPG കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുവെന്നും മോദി അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ കപ്പലുകൾക്ക് സുരക്ഷിത യാത്രയ്ക്ക് നയതന്ത്ര നീക്കം തുടരും. യുദ്ധ സാഹചര്യത്തിൽ ശരിയായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും CCS യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾക്കെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പശ്ചിമ ബംഗാൾ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വേർതിരിവ് നടക്കുന്ന സംസ്ഥാനമാണെന്ന് കോടതി നിരീക്ഷിച്ചു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നീക്കമാണ് നടന്നതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ജസ്റ്റിസ് വിപിൻ പഞ്ചോളി തുടങ്ങിയവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിങ്ങളുടെ സംസ്ഥാനത്ത് എല്ലാവരും രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. അക്രമികൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പുലർച്ചെ 2 മണിവരെ ഞാൻ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് ബംഗാൾ അഡ്വക്കേറ്റ് ജനറലിനോട് പറഞ്ഞു. ജുഡീഷ്യൽ ഓഫീസർമാരുടെ മനസ്സിൽ ഭയം സൃഷ്ടിക്കാനോ നിയമം കയ്യിലെടുക്കാനോ ആരെയും അനുവദിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് ജുഡീഷ്യൽ ഓഫീസർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സായുധ സേനയെ വിന്യസിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. മാൾഡയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തതിനെതിരെ പ്രതിഷേധിച്ചവരാണ് 3 വനിതാ ജഡ്ജിമാരടക്കം 7 ജുഡീഷ്യൽ ഓഫീസർമാരെ ഉപരോധിച്ചത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിവിഷന്റെ ഭാഗമായി എത്തിയ ഇവരെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിൽ വൈകുന്നേരം 4 മണി മുതൽ മണിക്കൂറുകളോളം തടഞ്ഞുവെക്കുകയായിരുന്നു. ഈ വിഷയത്തിലാണ് കോടതി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. സംഭവത്തെക്കുറിച്ച് മുൻകൂട്ടി വിവരം ലഭിച്ചിട്ടും ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, DGP, ജില്ലാ മജിസ്ട്രേറ്റുമാർ എന്നിവരെ കോടതി രൂക്ഷമായി വിമർശിച്ചു. നിയമം കയ്യിലെടുക്കാനും ജുഡീഷ്യൽ ഓഫീസർമാരുടെ മേൽ സമ്മർദ്ദം ചെലുത്താനും ആരെയും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ കോടതി സുരക്ഷാ വീഴ്ചയിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതും ശിക്ഷ ലഘൂകരിക്കുന്നതും ഉൾപ്പെടെ 79 കേന്ദ്ര നിയമങ്ങളിൽ 784 ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള ജൻവിശ്വാസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീർന്നാലും 30 ദിവസം വരെ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതുൾപ്പെടെ മോട്ടോർ വാഹന നിയമത്തിൽ മാത്രം 20 ഭേദഗതികളുണ്ട്. 784 ഭേദഗതികളിൽ 717 എണ്ണം വ്യാപാര സൗകര്യം വർദ്ധിപ്പിക്കാനും 67 എണ്ണം ജനജീവിതം മെച്ചപ്പെടുത്താനുമാണ് കുറ്റവിമുക്തമാക്കുന്നത്. കാലഹരണപ്പെട്ടതും അനാവശ്യമായതുമായ വ്യവസ്ഥകൾ ഒഴിവാക്കി 1000-ലേറെ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാവിധികൾ ഏകീകരിക്കാനും ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതിനൊപ്പം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ സംരംഭങ്ങളെ സഹായിക്കാൻ കൂടിയാണ് ഈ ബില്ലെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന ഈ ബിൽ നിയമ സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അഴിമതിയും വഞ്ചനയും കോർപ്പറേറ്റുകളുടെ നിയമലംഘനങ്ങളും സാധാരണവൽക്കരിക്കുന്നതാണ് ബില്ലെന്ന് കോൺഗ്രസ് അംഗം കിരൺകുമാർ റെഡ്ഡി പറഞ്ഞു. ബിൽ അവതരണത്തെ എതിർത്ത കോൺഗ്രസ് അംഗം കെ കാവ്യ കൊണ്ടുവന്ന ഭേദഗതികൾ സഭ വോട്ടിനിട്ട് തള്ളി. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കി LDF. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയാക്കി ഉയർത്തും. 2026-27 സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാഭ്യാസം സൗജന്യമായി നൽകും. പവർക്കട്ടില്ലാത്ത കാലം തുടരും തുടങ്ങി സുപ്രധാന വാഗ്ദാനങ്ങളാണ് LDFന്റെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഉള്ളത്. സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പുവരുത്തും. ഇതിന് കുടുംബശ്രീയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നേതൃത്വം നൽകും. സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം ഉറപ്പാക്കും. ടൂറിസം വളർച്ചയ്ക്ക് വിശദമായ പദ്ധതികളും തിരഞ്ഞെടുപ്പ് പത്രികയിലുണ്ട്. 15 ലക്ഷം വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. 5 ലക്ഷം കുടുംബങ്ങളെ ദാരിദ്ര്യമുക്തമാക്കും. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കും. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സ്ത്രീകളുടെ വിപുലമായ പങ്കാളിത്തത്തോടുകൂടി ക്രൈം മാപ്പിംഗ് നടത്തും. പട്ടികവർഗ ക്ഷേമം ഉറപ്പുവരുത്തും. പട്ടികവർഗക്കാരുടെ ഉപപദ്ധതി പൂർണ്ണമായും ഊരുകൂട്ടങ്ങളുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും നടപ്പാക്കുക. ആരോഗ്യ മേഖലയിൽ മികച്ച ചികിത്സ ഉറപ്പാക്കും. K-ഫോൺ വിപുലമാക്കും. കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും LDF പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. ന്യൂനപക്ഷ മതരാഷ്ട്ര ശക്തികളുമായി പരസ്യമായി കൂട്ടുകൂടുമ്പോൾ തന്നെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് BJPയുമായി രഹസ്യധാരണയിലെത്താൻ മടിക്കാത്ത UDFന് കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സാമൂഹ്യ മൈത്രിയും സംരക്ഷിക്കാൻ കഴിയില്ല. വർഗീയ ശക്തികൾക്ക് ഒരു സ്വാധീനവുമില്ലാത്ത ഭരണം കാഴ്ചവെക്കാൻ LDFന് മാത്രമേ കഴിയൂ എന്നും പ്രകടന പത്രികയിൽ പറയുന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രിക പുറത്തിറക്കി. നേരത്തെ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം നിരവധി വാഗ്ദാനങ്ങളാണ് UDF പ്രകടന പത്രികയിലുള്ളത്. UDFന്റെ സ്വപ്ന പദ്ധതികളും വാഗ്ദാനങ്ങളും അടങ്ങുന്നതാണ് പ്രകടന പത്രിക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കും. സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. പെൻഷൻ അവകാശമാക്കും. ശമ്പള കമ്മീഷൻ മാതൃകയിൽ ക്ഷേമ പെൻഷൻ രൂപീകരിക്കുമെന്നതെല്ലാമാണ് വാഗ്ദാനങ്ങൾ. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി UDFന്റെ മുൻകാല പദ്ധതിയായ ആശ്രയ പദ്ധതി പരിഷ്കരിച്ച് നവ ആശ്രയ പദ്ധതി ആരംഭിക്കും. അന്ത്യോദയ പിങ്ക് റേഷൻ കാർഡ് ഉടമകളെ കണ്ടെത്തി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രത്യേക കർമ്മ പദ്ധതി. സംസ്ഥാനമെമ്പാടും ഇന്ദിരാ ക്യാന്റീനുകൾ. അർഹരായവർക്ക് പ്രയോറിറ്റി റേഷൻ കാർഡ്, സൗജന്യ റേഷൻ എന്നിങ്ങനെയും വാഗ്ദാനങ്ങളുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കാൻ നടപടി. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന മുതിർന്നവർക്കായി പ്രത്യേക പദ്ധതികൾ എന്നിങ്ങനെയും വാഗ്ദാനങ്ങളുണ്ട്. മുതിർന്നവർക്കായി അടഞ്ഞുകിടക്കുന്ന വീടുകൾ, കാടുപിടിച്ച വസ്തുവകകളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള പ്രത്യേക നടപടികൾക്ക് രൂപം നൽകും. യുവാക്കൾക്ക് വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായി യുവശക്തി നാടിൻ സമ്പത്ത് എന്ന പദ്ധതി വിഹിതത്തിന്റെ 5% നീക്കിവെക്കും. യുവാക്കൾക്ക് കുടുംബശ്രീ മോഡൽ യുവശ്രീ സംഘങ്ങൾ ആരംഭിക്കാൻ നടപടിയെടുക്കും. വയോജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ അംഗീകൃത പഞ്ചായത്ത് വോളണ്ടിയർമാരെ നിയമിക്കാൻ നടപടികൾ സ്വീകരിക്കും. വയോജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കാൻ ആരംഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സഹായം നൽകും. ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ 25% കൂടുതൽ നൽകണമെന്ന 2016 അവകാശ നിയമത്തിലെ വ്യവസ്ഥ നടപ്പിലാക്കും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനു വേണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, PSC സംവരണം, പാർപ്പിട പദ്ധതി അടക്കമുള്ള പ്രത്യേക വികസന പാക്കേജ് നടപ്പിലാക്കുമെന്നും വാഗ്ദാനങ്ങളുണ്ട്. വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നൂർബിന റഷീദ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതാ ലീഗ് നേതാക്കളെ അവഗണിച്ചെന്നാരോപിച്ചാണ് രാജി. ഫാത്തിമ തഹ്ലിയയുടെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ വിമർശനവുമായി നേരത്തെ നൂർബിന രംഗത്തെത്തിയിരുന്നു. ഫാത്തിമ തഹ്ലിയയെ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉറപ്പു നൽകിയതാണ്. അവരെല്ലാം സ്ഥിരമായി പാണക്കാട് വീട്ടിലെത്താറുണ്ടായിരുന്നുവെന്ന് മലപ്പുറം ജില്ലയിലെ പലരും തനിക്ക് മെസ്സേജ് അയച്ചു. ഫാത്തിമ തഹ്ലിയെ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകുമെന്നും നൂർബിന ആരോപിച്ചു. ഒരു വിധത്തിലുള്ള ലൈംഗിക ആരോപണവും ഉന്നയിക്കാനുള്ള അവസരവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ 3 പെൺകുട്ടികളെത്തി ഒരു സുപ്രഭാതത്തിൽ ലൈംഗികാരോപണം ഉന്നയിച്ചു. അതിക്രമം നേരിട്ടാൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടണം. എന്നാൽ മടികൂടാതെ ആ കേസ് പിൻവലിച്ചു. എവിടെ പോയി ആദർശം? പുതിയ തലമുറ വഴിതെറ്റാൻ പാടില്ല. പുതിയ തലമുറയ്ക്ക് ഒരു നിയമം, ഞങ്ങൾക്ക് വേറെ നിയമം എന്നത് പറ്റില്ല എന്നും അവർ പറഞ്ഞു. സീറ്റ് കിട്ടാത്തതിലല്ല രാജി. നൂർബിന റഷീദ് എന്ന വ്യക്തിക്ക് വേണ്ടിയല്ല താൻ സംസാരിക്കുന്നതെന്നും കെട്ടിപ്പടുത്തുയർത്തിയ വനിതാ ലീഗിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും അവർ പറഞ്ഞു. കല്ലുമുള്ളും താണ്ടിയാണ് വനിതാ ലീഗിനെ കെട്ടിപ്പടുത്തത്. ഒഴുക്കിനെതിരെ നീന്തിയ മുസ്ലിം വനിതയാണ് താൻ. പാണക്കാട് തങ്ങൾ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി. പാർലമെന്ററി പാർട്ടി സ്ഥാനം വ്യാമോഹിച്ചല്ല പാർട്ടിയിലെത്തിയത്. വ്യക്തിക്ക് വേണ്ടിയല്ല, ആദർശങ്ങൾക്കും നിലപാടിനും വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഏഷ്യൻ കപ്പ് ക്വാളിഫയർ പോരാട്ടത്തിൽ ഹോങ്കോങ്ങിനെ തോൽപ്പിച്ച ഇന്ത്യൻ ടീമിന് അടുത്ത അംഗമിനി ലണ്ടനിൽ മെയ് 26 മുതൽ 30 വരെ നടക്കാനിരിക്കുന്ന 4 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന യൂണിറ്റി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം കളിക്കും. ഫിഫ റാങ്കിങ്ങിൽ 21ാം സ്ഥാനത്തുള്ള കരുത്തരായ നൈജീരിയയും 71ാം സ്ഥാനത്തുള്ള ജമൈക്കയുമാണ് ടൂർണമെന്റിലെ പ്രധാന ആകർഷണങ്ങൾ. 136ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. ഇതാദ്യമായാണ് ഇന്ത്യ ഒരു ടൂർണമെന്റിലേക്ക് ക്ഷണം ലഭിക്കുന്നത്. 2004-ൽ ആരംഭിച്ച യൂണിറ്റി കപ്പ് ലണ്ടനിലെ വിവിധ രാജ്യക്കാരായ പ്രവാസികളെ ലക്ഷ്യമിട്ടാണ് നടത്തപ്പെടുന്നത്. ലണ്ടനിലെ ഇന്ത്യക്കാരുടെ ബാഹുല്യവും ഈ ക്ഷണത്തിന് പിന്നിലുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാറ്റോയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറുമെന്ന ഭീഷണിക്ക് പിന്നാലെ യൂറോപ്പുമായി അടുത്ത് ബ്രിട്ടൻ. നിലവിൽ ശക്തമായ സാമ്പത്തിക സുരക്ഷാ കൂട്ടുകെട്ട് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കെയുള്ള ബ്രിട്ടന്റെ നീക്കം യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര, പ്രതിരോധ, ഊർജ്ജ മേഖലകളിൽ കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കൽ. ബ്രസൽസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ കൂടുതൽ കരാറുകൾ ലക്ഷ്യമിടുന്നെന്ന് കെയർ സ്റ്റാമർ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യത്തിൽ കൂടുതൽ ബ്രിട്ടീഷ് സൈനികരെയും പ്രതിരോധ സംവിധാനങ്ങളെയും വിന്യസിക്കുമെന്ന് UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹിഗി. സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് അധിക യുദ്ധ സംവിധാനങ്ങൾ അയക്കും. ഖത്തറിലെ ടൈഫൂൺ യുദ്ധവിമാനങ്ങളുടെ വിന്യാസവും കൂട്ടാൻ തീരുമാനം. ഗൾഫ് മേഖലയിലും സൈപ്രസിലും പ്രവർത്തിക്കുന്ന UK സൈനികരുടെ എണ്ണം 1000-ആക്കി ഉയർത്തും. ഇംഗ്ലണ്ടിൽ സമരം പ്രഖ്യാപിച്ച ഡോക്ടർമാർക്ക് അധികൃതരുടെ വക 8ന്റെ പണി. 1000 പുതിയ പരിശീലന നിയമനങ്ങൾ നടത്താനുള്ള സർക്കാർ പദ്ധതി പിൻവലിച്ചു. നടപടി സ്വീകരിച്ചത് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ സമരം പിൻവലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന്. വേതന വർധനയും സ്റ്റാഫ് ക്ഷാമവും സംബന്ധിച്ച ചർച്ചകൾ പരാജയപ്പെട്ടതോടെ അടുത്ത ആഴ്ച 6 ദിവസത്തെ സമരം നടത്തുമെന്ന് യൂണിയൻ. ഡോക്ടർമാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമരം പിൻവലിക്കാൻ കെയർ സ്റ്റാമർ നൽകിയത് 48 മണിക്കൂർ. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ പുറത്തുവിട്ട് ഡൊണാൾഡ് ട്രംപ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം പരിസമാപ്തിയിലേക്ക് എത്തുമെന്നും ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സൈനിക നടപടികൾ ശക്തമാക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിവിടുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്.
ഇറാന്റെ ഭരണകൂട മാറ്റം തങ്ങളുടെ പ്രധാന ലക്ഷ്യമല്ല എന്നും സൈനിക ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ US സേന ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി. അമേരിക്കൻ സൈന്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് കടുത്ത ആശങ്ക. ഇറാനെതിരെയുള്ള യുദ്ധത്തിനായി നിയോഗിക്കപ്പെട്ട യുവ അമേരിക്കൻ സൈനികർ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളുടെ സുപ്രധാന വിവരങ്ങൾ പുറത്തുവിടുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. വാർത്ത പുറത്തുവിട്ടത് സാൻഡിഗോയിലെ സ്ട്രിപ്പ് ക്ലബ് നർത്തകി ടിക്ടോക്കിലൂടെ. അടുത്ത ആഴ്ച തങ്ങൾ യുദ്ധമുഖത്തേക്ക് പോവുകയാണെന്ന് സൈനികർ ക്ലബിൽ വെച്ച് തന്നോട് പറഞ്ഞതായി ചാംഡേസിന്റെ തുറന്നു പറച്ചിൽ. ടിക്ടോക്ക് വീഡിയോയിലൂടെ ചാംഡേസി പുറത്തുവിട്ടത് അമേരിക്കൻ സൈനിക നീക്കങ്ങളെ കുറിച്ച് സൈനികർ പങ്കുവച്ച വിവരങ്ങൾ. പശ്ചിമേഷ്യയിലെ സംഘർഷം സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നിരന്തരം നിരീക്ഷണം നടത്താൻ മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും രാസവളത്തിന്റെയും ശേഖരമുണ്ടെന്നും LPG കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുവെന്നും മോദി. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ കപ്പലുകൾക്ക് സുരക്ഷിത യാത്രയ്ക്ക് നയതന്ത്ര നീക്കം തുടരും. പശ്ചിമ ബംഗാളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. വിമർശനം മാൾഡയിൽ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾക്കെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ച സംഭവത്തിൽ. പശ്ചിമ ബംഗാൾ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചേരിതിരിവ് നിൽക്കുന്ന രാജ്യമാണെന്ന് കോടതി. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നീക്കമാണ് നടന്നതെന്നും കോടതി. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കിയ LDF-ഉം UDF-ഉം. ഇടതു മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി ഉയർത്തുമെന്നും സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പു നൽകുമെന്നും സൗജന്യ ബിരുദ വിദ്യാഭ്യാസം പവർക്കട്ടില്ലാത്ത കാലം തുടരുമെന്നും പറയുന്ന സുപ്രധാന വാഗ്ദാനങ്ങൾ നിരത്തി LDF. സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ വാഗ്ദാനങ്ങൾ നിരത്തി UDF. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.